കുറേ സ്ഥാപനങ്ങളായാലും കാറുകൾ അതുപോലെ ബസ്സൊക്കെ വിറ്റ് ഒരു 2 ലക്ഷം രൂപ എങ്ങനെയൊക്കെയോ സ്വരൂപിക്കുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്ന സംഭവമാണ്. 13 വർഷമായെങ്കിലും എനിക്കത് മറക്കാൻ പറ്റുന്നില്ല. വളരെ നല്ല സ്വഭാവം, നല്ല സ്വീകരണം, ഭയങ്കര. ഈ മനുഷ്യനൊരു പച്ചപ്പാവാണ് ഈ ജോസഫ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു ക്യാരക്ടറുണ്ട്. അന്ന് തന്നെ 2 ലക്ഷം ദിർഹംസ് എടുത്തു കൊടുക്കുന്നു. വർക്ക്ഷോപ്പിൽ അദ്ദേഹം പോകുന്നു, ഇരിക്കുന്നു, അവിടെ ചായ കുടിക്കുന്നു, വളരെ സ്നേഹം. വർക്ക്ഷോപ്പിൽ നല്ല രീതിയിൽ തന്നെ എപ്പോഴും പാർട്ട്ണർ പോലെ പോകുന്നു. ജോസഫ് ഇപ്പം തിരിച്ചു വരില്ല കേട്ടോ, ആ ചെക്ക് ഒന്ന് റിട്ടേൺ ആയിട്ടുണ്ട്. പിന്നെ ഇതിനൊക്കെ നമുക്ക് കറക്റ്റ് ചതി എന്ന് പറയാം. മറ്റൊരു ബിസിനസ് തുടങ്ങി സ്റ്റാർട്ട് ചെയ്ത് ഒരുപാട് വർഷങ്ങൾ നടന്നിട്ടുള്ള സ്റ്റോറിയല്ല അത്. മേടിച്ചു കൊടുത്ത് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നു. ആ കഷ്ടപ്പെട്ടതിന് ശേഷം പുള്ളി എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ ഒരു സന്ദർഭമാണ്. റിയാസ് ബായിയുടെ എപ്പിസോഡാണ്. റിയാസ് ബായിയുടെ അനുഭവങ്ങൾ തന്നെ നമ്മളിങ്ങനെ പലപ്പോഴും കേൾക്കുമ്പോൾ ഇതൊക്കെ ചിലപ്പോൾ നമ്മുടെ പോഡ്കാസ്റ്റിൽ കൊണ്ടുവരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഈ ചതി എന്ന് പറഞ്ഞ സാധനം ലോകത്തിൽ എല്ലായിടത്തും ഉണ്ടല്ലോ. ഏറ്റവും കൂടുതൽ ചതിയാണ്. വഞ്ചിക്കപ്പെട്ടു എന്ന വാക്ക് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന മേഖല ബിസിനസ്സാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ ഒരു പോഡ്കാസ്റ്റ് കൊണ്ടും നമ്മുടെ ഈ ഓഡിയോ വീഡിയോ പോഡ്കാസ്റ്റ് കൊണ്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത് ആൾക്കാർക്ക് റൈറ്റ് ആയിട്ടുള്ളൊരു പാത്തിലേക്ക് വഴി കാണിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പം നിങ്ങളുടെ ഈ ഒരു ജേർണിയിൽ പറയുമ്പോഴേ ഇൻവെസ്റ്റ്മെൻറ്റിൽ കബളിപ്പിക്കപ്പെട്ടത് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അനുഭവം നമുക്ക് പറയാൻ പറ്റുമോ? ഈ അടുത്ത കാലത്തല്ല, കുറെ വർഷങ്ങൾക്ക് മുൻപ് എനിക്കൊരു ബ്രദർലി അറ്റാച്ച്ഡ് ആയിട്ട് പോയിട്ടുള്ള ഒരു ക്ലയന്റ്. ഞങ്ങൾ എല്ലാ ക്ലയൻസും നമുക്ക് സഹോദരങ്ങൾ തന്നെയാണ്. അപ്പോൾ ജോസഫ് എന്ന് പറഞ്ഞ ഒരു നമ്മുടെ വളരെ വേണ്ടപ്പെട്ട ഒരു ക്ലയന്റ്, അദ്ദേഹം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന അദ്ദേഹം ഷാർജയിലെ ബിസിനസ് ലോസ് ഒക്കെ ആവുന്നു. പക്ഷേ പിന്നീട് കുറേ സ്ഥാപനങ്ങളായാലും കാറുകൾ അതുപോലെ ബസ്സൊക്കെ വിറ്റ് ഒരു 2 ലക്ഷം രൂപ എങ്ങനെയൊക്കെയോ സ്വരൂപിക്കുന്നു. ഇദ്ദേഹം എന്തെങ്കിലും ബിസിനസ് ചെയ്യണമെന്ന് എന്റെ ആഗ്രഹിച്ചിരിക്കുന്ന സമയത്ത് ഒരു പത്രപരസ്യം കാണാണ് ഗൾഫ് ന്യൂസിൽ. ഞാൻ ഇപ്പോഴും ഓർക്കുന്ന സംഭവമാണ്. 13 വർഷമായെങ്കിലും എനിക്കത് മറക്കാൻ പറ്റുന്നില്ല. ആ പത്രപരസ്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ഒരു വർക്ക്ഷോപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ദുബായിലെ. അവിടെ ഇൻവെസ്റ്റ്മെന്റ് വേണം, നന്നായി നടന്നുകൊണ്ടിരിക്കുന്ന കാർ വർക്ക്ഷോപ്പ്. അവിടുത്തെ പത്രപരസ്യത്തിൽ ഇദ്ദേഹം ഈ പറയുന്ന നോർത്ത് ഇന്ത്യൻ ആയിട്ടുള്ള ആളുടെ അവിടെ പോകുന്നു. വളരെ നല്ല സ്വഭാവം, നല്ല സ്വീകരണം, ഭയങ്കര. ഈ മനുഷ്യനൊരു പച്ചപ്പാവാണ് ഈ ജോസഫ് എന്ന് പറയുന്ന അദ്ദേഹം. അപ്പോൾ ഞാൻ ഇന്നും അദ്ദേഹത്തെ ബന്ധങ്ങളുണ്ട്. അപ്പോൾ അദ്ദേഹം അവിടെ പോകുന്നു. അപ്പോൾ പത്രപരസ്യം കാണുന്നു, 2 ലക്ഷം ദിർഹംസ് ഇൻവെസ്റ്റ്മെന്റ് വേണം, ഞാൻ പിന്നെ ലൈസൻസിൽ പേരൊക്കെ ഇട്ട് തരാം, ഒരു കുഴപ്പമില്ല, നമുക്കത് അമെൻഡ് ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് പുള്ളി എന്നോടോ അല്ലെങ്കിൽ മറ്റാരോടോ കൺസൾട്ട് ചെയ്യാതെ സുഹൃത്തുക്കളോടോ ഒന്നും ചോദിക്കാതെ ഇദ്ദേഹത്തിന്റെ ഒരു ക്യാരക്ടറുണ്ട് അന്ന് തന്നെ 2 ലക്ഷം ദിർഹംസ് എടുത്തു കൊടുക്കുന്നു. ഫസ്റ്റത്തെ മീറ്റിംഗിൽ തന്നെ കൺവിൻസിംഗ് ആവുന്നു. അതെ, അതായത് 2-3 പേര് എന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നുകിൽ നിങ്ങൾ ഇന്ന് തരണം പേയ്മെന്റ്, അല്ലെങ്കിൽ എന്ന് പറയുന്ന ആ ഒരു. അപ്പോൾ എത്രയും പെട്ടെന്ന് അത് പണം എടുത്തു കൊടുക്കാണ്. ഒരു അഗ്രിമെന്റിൽ. പിന്നീട് വർക്ക്ഷോപ്പിൽ അദ്ദേഹം പോകുന്നു, ഇരിക്കുന്നു, അവിടെ ചായ കുടിക്കുന്നു, വളരെ സ്നേഹം. വർക്ക്ഷോപ്പിൽ നല്ല രീതിയിൽ തന്നെ എപ്പോഴും പാർട്ട്ണർ പോലെ പോകുന്നു. നമുക്ക് നാളെ മാറ്റാം, സ്പോൺസർ വരുന്നുണ്ട്, ഇന്ന് മാറ്റാം ലൈസൻസിൽ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്പോൺസറുടെ അവൈലബിലിറ്റി ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തോട് പറയണേ, പിന്നെ നമുക്ക് ഒരു ജോസഫിന്റെ കയ്യിൽ ഒരു 500,000 ചെക്ക് ഉണ്ടാവോ? ഇദ്ദേഹം ചോദിക്കുക. അദ്ദേഹം പറയാണ് സർദാർജിയോട്, ഓക്കെ ശരി, ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ്. അപ്പം എനിക്ക് ചെക്ക് ഡിസ്കൗണ്ട് ഫെസിലിറ്റി ഉണ്ട്, തൻ്റെ ഇത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു 100,000 ഒരു അത്യാവശ്യമുണ്ട്. ഈ ചെക്ക് ഡിസ്കൗണ്ട് ചെയ്തിട്ട് പിന്നെ കുറച്ചൊരു ആവശ്യമുണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ പണം തിരിച്ചു തരാം. അതോടൊപ്പം ഇതിൻ്റെ വേറെ ലാഭം വർക്ക്ഷോപ്പിൻ്റെ മാത്രമല്ല, അതൊരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അത് ഞാൻ ലാഭം തരാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ 500,000 ദിർഹംസിൻ്റെ ചെക്കും കൂടി പുള്ളി കൊടുക്കുകയാണ്. ഡിസ്കൗണ്ട് ചെയ്തതിന് ശേഷം ഒരു 1 വീക്ക് കൊണ്ട് അതും കൊടുത്തു ഈ 500,000 കിട്ടും. അതോടൊപ്പം പിന്നെ എന്തെങ്കിലും അതിന്റെ മുകളിൽ വേറെ ലാഭവും ആ ബിസിനസിന്റെ ലാഭത്തോട് ലാഭം. പാർട്ണർഷിപ്പ് 5 ലക്ഷത്തിന്റെ ലാഭം. അപ്പോൾ ശരിയെന്ന് പറയുന്നത്. പിന്നെ ഈ പറയുന്ന ജോസഫ് കേരളത്തിലേക്കൊന്ന് യാത്ര ചെയ്യാണ്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വിളിക്കുകയാണ്, ജോസഫ് ഇപ്പം തിരിച്ചു വരില്ല കേട്ടോ, ആ ചെക്ക് ഒന്ന് റിട്ടേൺ ആയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള കുറേ നൂലാമാലകൾ പറഞ്ഞുകൊണ്ട്, അതായത് സത്യത്തിൽ ജോസഫിന്റെ അക്കൗണ്ടിൽ 500,000 ഇല്ലല്ലോ, ചെക്ക് ഡിസ്കൗണ്ട് ഫെസിലിറ്റിക്ക് വേണ്ടി പുള്ളി യൂസ് ചെയ്തത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു കഥകളൊക്കെ മെനഞ്ഞുകൊണ്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് തിരിച്ചു വരാൻ പറ്റുന്നില്ല ദുബായിലേക്ക്. അപ്പോൾ കൊടുത്ത 2 ലക്ഷം ദിർഹംസ് പോയി.
5 ലക്ഷം രൂപയുടെ ചെക്ക്. അപ്പോൾ ടോട്ടൽ 7 ലക്ഷം രൂപയുടെ ഒരു ബാധ്യതയായി മാറുക. ബാധ്യത എന്ന് പറയുമ്പോൾ 5 ലക്ഷത്തിന്റെ ബാധ്യതയും 2 ലക്ഷം കയ്യിൽ നിന്ന് പോയ വിഷമം. ദിർഹംസിലാണ് ഈ പറയണതല്ല. അതെ. അതും 10-13 വർഷം മുമ്പത്തെ കഥയാണ് പറയുന്നത് ക്ലയന്റിന്റെ. അപ്പൊ ആ വിഷമത്തിലാണ് പിന്നീട് എന്നെ വിളിക്കുന്നത്, ഇങ്ങനെ ഒരു ചതിയിൽ പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നത്. ഇതിനൊക്കെ നമുക്ക് കറക്റ്റ് ചതി എന്ന് പറയാം. മറ്റൊരു ബിസിനസ് തുടങ്ങി സ്റ്റാർട്ട് ചെയ്ത് ഒരുപാട് വർഷങ്ങൾ നടന്നിട്ടുള്ള സ്റ്റോറിയല്ല, വളരെ ദിവസങ്ങൾക്കുള്ളിൽ നടന്ന ഒരു സംഭവം. ഇങ്ങനെയുള്ള പല പല കേസുകളുണ്ട്. അപ്പോൾ ഞാൻ അതിനുശേഷം നമുക്കിത് എഖ്തിയാൽ എന്ന് പറയും, ചീറ്റിംഗ് കേസുമായി ബന്ധപ്പെട്ടിട്ട് ഇദ്ദേഹത്തിന് പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യാൻ സാധിച്ചു. ഞാനത് കൃത്യമായിട്ടത് അന്നത്തെ നമ്മുടെ സ്പോൺസർ സഹായിച്ച് ഇദ്ദേഹത്തെ UAE ഇറക്കാൻ സാധിച്ചു. അതിന് കൃത്യമായിട്ട് എനിക്കത് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ സാധിച്ചു. മനസ്സിലായി. പക്ഷേ ഈ സർദാർജിയെ നമുക്ക് ഒരുപാട് സമയമെടുത്തു അദ്ദേഹത്തിൻ്റെ കിട്ടാൻ വേണ്ടി. വിളിച്ചാൽ ഫോൺ എടുക്കില്ല, അല്ലെങ്കിൽ പലതരത്തിൽ. പിന്നെ ഞാനത് സ്പോൺസറിങ് കൂട്ടി പോയിട്ടൊക്കെ പലതരത്തിൽ അത് മേടിച്ചു കൊടുത്തു. ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നു. കഷ്ടപ്പെട്ടതിന് ശേഷം പുള്ളി എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ ഒരു സന്ദർഭമാണ്. കാരണം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം അത് അനുഭവിക്കണം. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, ഇതിനകത്തുനിന്ന് ചെറിയ മെസ്സേജാണ്. നിങ്ങൾ പത്രപരസ്യം കണ്ടിട്ടോ പേഴ്സണിന്റെ മുകളിൽ പോയി നിങ്ങൾ ഇൻവെസ്റ്റ് ഞാൻ അതിലേക്ക് അറിയാസ് ഭായി ചോദിക്കാം. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിപ്പോൾ സർദാർജി നോക്കുമ്പോൾ സർദാർജി അവിടെ ഒരു പേപ്പറിൽ പരസ്യം കൊടുക്കുന്നു. സർദാർജിയുടെ അടുത്ത് ഈ നിങ്ങളുടെ സുഹൃത്തായിട്ടുള്ള ജോസഫ് എന്ന ആൾ വന്ന് പൈസ കൊടുക്കുന്നു. സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു പരസ്യം കണ്ടാൽ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണോ? അതിന് എന്തൊക്കെ പ്രിക്വേഷൻസ് ആണ് ഇവനെടുക്കേണ്ടത്? നിങ്ങൾ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ പോലുള്ള കൺസൾട്ടൻസിനോടോ അല്ലെങ്കിൽ ഒരു ലോയറോടോ ഇത് കൃത്യമായി ചോദിക്കണം. ഒരു കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ അതൊന്ന്. 2, ലൈസൻസിൽ പേരിട്ടിട്ട് നോട്ടറി പബ്ലിക്കിന്റെ മുന്നിൽ നിന്ന് കാശ് കൊടുക്കാൻ പാടുള്ളൂ ഇങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ. പിന്നെ ഒരു സ്ഥാപനത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴേ നമ്മൾ പാർട്ട്ണറായിട്ട് മാറുന്നതോട് കൂടിയിട്ട് അതിന്റെ ലയബിലിറ്റീസിന്റെയും കൂടി ഉത്തരവാദിത്തം വരികയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കമ്പനിക്ക് പ്രീവിയസ് ലയബിലിറ്റീസ് ഉണ്ടോന്നുള്ള ഡ്യൂ ഡെലിജൻസ് ചെക്ക് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലേബറിന്റെ ഫൈനുകൾ എടുക്കുന്നുണ്ടാവാം, ചെക്കുകൾ കൊടുത്തിട്ടുള്ള പേയ്മെന്റുകൾ എടുക്കുന്നുണ്ടാവാം. ഒരു കോൺട്രാക്ടിങ് കമ്പനി ആണെങ്കിൽ ആ ഒരു വർക്ക് എടുക്കുന്നതിന്റെ അങ്ങനെയുള്ള ലയബിലിറ്റീസ് ഉണ്ടാവും. RTA ഫൈൻസ് ഉണ്ടാവും. ഇങ്ങനെ തുടങ്ങി പലതും ഉണ്ടാവും. അതൊന്നും ചെക്ക് ചെയ്യാതെ നേരെ കൊണ്ടുപോയിട്ട് കാശ് കൊടുത്തിട്ട് നമ്മളൊരു പാർട്ട്ണർ ആയി കഴിഞ്ഞാൽ, കാശ് കൊടുക്കുന്നത് 1 ലക്ഷം ദിർഹംസിന്റെ പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ 10 ലക്ഷം രൂപന്റെ 1 മില്യന്റെ ലയബിലിറ്റി ആ സ്ഥാപനത്തിൽ ഉണ്ടെങ്കിൽ അതിന്റെയും കൂടി ഉത്തരവാദിത്തി ആയി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. അത് എടുക്കേണ്ടി വരും. എക്സാക്ട്ലി. അപ്പൊ എടുത്തുചാടി ഇൻവെസ്റ്റ്മെന്റുകളിലേക്ക് പോവാതിരിക്കുക, ട്രസ്റ്റിന്റെ ബേസിലുള്ള കാര്യങ്ങളിൽ നിന്ന് ഒഴിവായി നിൽക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാനിപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ പറഞ്ഞപ്പോൾ എനിക്ക് ഒരു ഓർമ്മ വന്നത്, ഇപ്പം എൻ്റെ കമ്പനിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു 200 മില്യൺ ദിർഹംസ്, അത്രയൊക്കെ പറയാമല്ലേ, ഭയങ്കര ആൾക്കാരാണ്. 200 മില്യൺ ദിർഹംസുമായിട്ട് നിങ്ങൾ വരുന്നത് വിചാരിക്കുക. അല്ല വേണ്ട, നിങ്ങളൊരു 5 മില്യൺ ദിർഹംസ് 5 ലാഖ് ദിർഹംസുമായിട്ട് നിങ്ങൾ എൻ്റെ കമ്പനി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് വരുന്നു. എൻ്റെ കമ്പനിക്ക് ഇങ്ങനത്തെ ഒരു ലയബിലിറ്റി ഉണ്ട് എന്ന് നിങ്ങൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? ഇത്തിഹാദ് ബ്യൂറോ. ഇപ്പോൾ നാട്ടിലാണെങ്കിൽ സിബിൽ റിപ്പോർട്ട് എടുക്കുന്ന പോലെ അവിടെ AECB എന്ന് പറയുന്ന റിപ്പോർട്ട് എടുക്കാൻ പറ്റും. ലയബിലിറ്റീസ് ഉണ്ടോ, കമ്പനീസിനെ കുറിച്ച്, കമ്പനിയുടെ ക്രെഡിറ്റ് സ്കോർ ഒക്കെ അറിയാൻ സാധിക്കും. അതിലെല്ലാം ഉണ്ട്. അതിനകത്ത് എല്ലാ ചരിത്രവും അതിനകത്തോട്ട് വരും. അതോടൊപ്പം പിന്നെ ലേബർ, ഇമിഗ്രേഷൻ, അങ്ങനെയുള്ള RTA നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റിലും പോയിട്ട് തന്നെ ചെക്ക് ചെയ്യാവുന്ന സൗകര്യമുണ്ട്. ഈവൻ ടെലിഫോൺ ബില്ല് വരെ ചെക്ക് ചെയ്യണമെന്ന് ഞാൻ പറയാറ്. അത്രയും ചെക്ക് ചെയ്യാൻ ഇതെല്ലാം ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഒരു അഡ്വൈസറുടെ സപ്പോർട്ടോട് കൂടി മാത്രമേ നിങ്ങളത് കൊടുക്കാവൂ, അല്ലേ? എക്സാക്ട്ലി. പിന്നെ ഈ സർദാർജി ചോദിച്ച പോലെ കോമഡി പറഞ്ഞിരിക്കേണ്ടി വരും ലാസ്റ്റ്. അപ്പൊ എന്തായാലും ഇതൊക്കെ നമ്മുടെ ആളുകൾക്ക് ഒരു വലിയൊരു പാഠമാണ്. കാര്യം എല്ലാവരും പൈസ കിട്ടുമ്പോൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് കാശ് ഉണ്ടാക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. നോക്കിക്കൊണ്ടും ചെയ്യുക, അല്ലേ? തീർച്ചയായിട്ടും. അപ്പം അങ്ങനെ ഒരാൾ വന്നാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പം ഈ പോഡ്കാസ്റ്റ് കാണുന്ന ഒരാൾ, കണ്ടിരിക്കുന്ന ഒരാൾ, അങ്ങനെ ഇപ്പം ഞാൻ നാളെ ഒരു ഇബാദ് റഹ്മാൻ്റെ കമ്പനി ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്, റിയാസ് കിൽട്ടൺ എന്നെ ഒന്ന് സഹായിക്കുമോ എന്നാണ്, നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റും. പിന്നെ തീർച്ചയായിട്ടും അതിൻ്റെ ട്രേഡ് ലൈസൻസ് കോപ്പികളും കാര്യങ്ങളും അയച്ചു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ കംപ്ലീറ്റ് ചെക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ചെയ്യാൻ പറ്റും. താങ്ക് യു സോ മച്ച്. എന്തായാലും നമ്മുടെ ഓഡിയൻസ് വലിയൊരു ഹെൽപ്ഫുൾ ആകട്ടെ. നിങ്ങളിങ്ങനെ എന്തെങ്കിലും ചാടുന്നതിന് മുമ്പൊക്കെ ഒന്ന് ആലോചിക്കുക കേട്ടോ. ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടൊക്കെ ആയിരിക്കും ചെയ്യുന്നെങ്കിൽ പോലും ഇങ്ങനത്തെ കോംപ്ലിക്കേഷനിലേക്ക് വീഴാതിരിക്കാനാണ് നമ്മളിങ്ങനെ പറയുന്നത്. റിയാസ്, താങ്ക് യു സോ മച്ച്. വീണ്ടും കാണാം കേട്ടോ.